Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ AC ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ സേവ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നാണ് കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട, ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനലും കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടുപോകുക. നമ്മളതിൽ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് പോയിന്റിലേക്ക് പോകും. അതിൽ ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നത്, നിങ്ങൾ AC ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ സെറ്റ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യില്ല. എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഞാൻ 24 ഇട്ടേക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ 24 to 26 ആ ടെമ്പറേച്ചറിൻ്റെ ഗ്യാപ്പിൽ മാത്രം സെറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ആക്ച്വലി AC ബ്രാൻഡ്സുകളും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനൊക്കെ ഒരു മീഡിയം കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു കൺസപ്ഷൻ. അതായത് നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ഡെയിലി യൂസേജിനും അല്ലാതെ ഡെയിലി നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ 24 എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. കുറേ പേരൊക്കെ ഇത് ഏറ്റവും ലോ മോഡിലൊക്കെ ഇട്ട് വയ്ക്കും, 18-ലും 19-ലൊക്കെ. അത്രയൊന്നും ഇട്ട് വയ്ക്കരുതില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. പിന്നെ നമുക്ക് ആ ടെമ്പറേച്ചറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ICക്ക് കൂടുതൽ നേരം പണിയെടുക്കണം, അപ്പോൾ കൺസപ്ഷൻ കൂടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് 25, 26 ആ ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ 24, മാക്സിമം 24 വരെ ഇടാൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതാണ് മെയിൻ സ്റ്റെപ്പ്. അത് ഫോളോ ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ ബ്രാൻഡ്സും നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഇതാണ്. 24 to 26 ആ ഗ്യാപ്പിൽ മാത്രം നമ്മുടെ AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ AC മെയിൻ്റനൻസ് ആണ്. AC മെയിൻ്റനൻസ് കറക്റ്റായിട്ട് പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഏരിയ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഏരിയ ആണ്. നിങ്ങളുടെ ഏരിയ നല്ല പൊടിയും സംഭവങ്ങളൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഒരു മിനിമം ഒരു 3 to 6 മാസത്തിനിടയിൽ തന്നെ AC ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ AC ഫിൽറ്റർ ഊരി എടുക്കുക, ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്തിട്ട് വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ എയർ ത്രോ കുറയും. എയർ ത്രോ കുറയുമ്പോൾ നിങ്ങൾക്കറിയാം നോർമലി ഒരു എന്താ പറയുക, നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കൂടും. നമ്മുടെ എയർ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കറക്റ്റ് എയർ കയറുന്നില്ലെങ്കിൽ പിന്നെ അത് പവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ കൂടും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. നല്ല പൊടി സംഭവമുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ എന്താ പറയുക നല്ല പൊടി വറക്കണ വിൻഡി ഏരിയയിലൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക പണി നടക്കുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു മിനിമം 3 മാസമെങ്കിലും ക്ലീൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത് ബെറ്ററാണ്, നിങ്ങൾക്കും നല്ലതാണ്, നിങ്ങളുടെ ACക്കും നല്ലതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയ്ക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ACയുടെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലതാണ് കേട്ടോ. അത് മറക്കണ്ട. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സൈഡ് ഫാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ റൂമൊക്കെ ടോപ്പ് ഏരിയയിലാണെങ്കിൽ, അതായത് നമ്മുടെ അപ്സ്റ്റേഴ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ മുകളിലത്തെ തട്ടിൽ നല്ല വെയിലടിച്ചിട്ട് പഴുത്തിരിക്കുകയായിരിക്കും. ഇപ്പം എൻ്റെ റൂമൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലാണ്. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാല് വയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചൂടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ നമ്മുടെ ACക്ക് കൂടുതൽ നേരം പണിയെടുക്കേണ്ടി വരും, നമ്മുടെ ഈ വോളും സംഭവങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം AC അതിൽ കംപ്രസറും ഉണ്ട്, അതിൽ ഫാനും ഉണ്ട്. ഫാൻ ആണ് നമ്മുടെ ഈ കൂൾ എയറിനെ നമ്മുടെ റൂമിലേക്ക് ഫുൾ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഉപയോഗിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ടേബിൾ ഫാനാണ്. നമ്മുടെ AC ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഇനീഷ്യലി ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ടേബിൾ ഫാൻ. വാൾ ഫാൻ ഉപയോഗിക്കരുത്. വാൾ ഫാൻ എന്ന് പറയുമ്പോൾ തട്ടിലത്തെ ആ ഫ്ലോറിലത്തെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മുകളിലത്തെ ഏരിയയിലത്തെ ചൂടിനെ ആയിരിക്കും താഴത്ത് വലിച്ചിട്ട് വരിക. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ റൂം ചൂട് കൂടും. അപ്പോൾ ഒരിക്കലും വാൾ ഫാൻ ഉപയോഗിക്കരുത്. ഒരു ടേബിൾ ഫാൻ അല്ലെങ്കിൽ ചെറിയൊരു ഫാൻ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഫാൻ ത്രൂ തന്നെ നമ്മുടെ എയർ ഫ്ലോ നമ്മുടെ റൂമിലേക്ക് കൂട്ടാനും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂം തണുപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡാണ്. നിങ്ങളുടെ ACക്ക് ലോഡ് കുറയും, ACക്ക് പണി കുറയും. ACയുടെ ഫാനിന് മാത്രം അല്ലാണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ സൈഡ് ഒരു ചെറിയ ഫാൻ വാങ്ങിച്ച് വെച്ചാൽ മതിട്ടാ. നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നോർമൽ ടേബിൾ ഫാനും സംഭവമൊക്കെ ഇല്ല, അതൊക്കെ വെച്ചാലും മതി. അത് മുകളിൽ എന്താ പറയുക, ഒന്നെങ്കിൽ ടേബിൾ ഫാൻ അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ഫാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹാൻഡ് ഫാൻ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ എമർജൻസി ഫാനൊക്കെ ഇല്ലേ, അതായാലും മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക നമ്മുടെ റൂമിലത്തെ ടെമ്പറേച്ചറിനെ ആ വരുന്ന കൂൾ എയറിനെ നമ്മുടെ എല്ലാ ഏരിയയിലേക്ക് എത്തിക്കണം. അതിനാണ് നമുക്ക് പർപ്പസ്. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കേണ്ടത് ഹെൽപ്ഫുൾ തന്നെയാണ് കേട്ടോ. അതുപോലത്തെ അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ACകളൊക്കെ സ്മാർട്ട് ACയും അതുപോലെ തന്നെ നമുക്ക് അതിൽ ഓട്ടോ മോഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ചെയ്യുമ്പോൾ ഓട്ടോ മോഡ് ഇടാണ്ട് നോർമൽ മോഡിലിടുക, ഫുൾ പവറിലിടുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോ പവർ മോഡിലിടുക. അപ്പോൾ ഓട്ടോ പവർ മോഡ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ സെൻസറും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എനർജി സംഭവങ്ങളൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കുറേ ലാഭിക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ മെയിൻ പോയിന്റ് ആണ് നിങ്ങളുടെ റൂം കറക്റ്റ്ലി എയർ സീൽഡ് ആയിരിക്കണം. കറക്റ്റായിട്ട് എയർ സീൽഡ് ആയിരിക്കണം. അതായത് നിങ്ങൾക്കറിയാം എയർ സീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ AC റൂം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ആ റൂം നമ്മുടെ ആ റൂമിൻ്റെ ഉള്ളിൽ തണുപ്പ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം സീലായിട്ടിരിക്കണം. നിങ്ങൾ നമ്മുടെ കാറിലൊക്കെ കണ്ടിട്ടില്ലേ, കാറൊക്കെ കറക്റ്റ് എയർ സീൽഡ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ AC പെർഫോമൻസ് കിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ റൂമിലൊക്കെ എയർ വെന്റിലേഷൻ സംഭവമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ അടിയിൽ ഹോള് അതൊക്കെ നിങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ശരിക്കും അടയ്ക്കണം കേട്ടോ. ഡോർ ഹോളൊക്കെ അടയ്ക്കാൻ നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു നമുക്ക് ഒരു തെർമോക്കോൾ പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പ് വീഡിയോ കിട്ടുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഡോറിൻ്റെ താഴെയായിട്ട് അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എയർ വെൻറ്റിൽ തെർമോക്കോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് അടയ്ക്കുക, കറക്റ്റായിട്ട് സീൽ ചെയ്യുക. അത് ഉറപ്പിക്കണം നമ്മുടെ റൂം സീലാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് AC പെർഫോമൻസ് കിട്ടൂല, എനർജി കൺസപ്ഷൻ കൂടും ചെയ്യട്ടാ, മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ 5 പോയിന്റ്സുകൾ. ഇത് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത്. നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും വാങ്ങുമ്പോൾ നിങ്ങളുടെ യൂസ് അനുസരിച്ചുള്ള കറക്റ്റ് AC വാങ്ങിക്കാൻ മറക്കേണ്ടത്. നമ്മുടെ AC ബൈയിങ് ഗൈഡ് നോക്കി വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.